ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കഷ്ണം ഉള്ളിയാണ് ഞാൻ എടുത്തത്. അത് നല്ലോണം നീളത്തിൽ അരിഞ്ഞെടുക്കാം. എത്ര കനം കുറച്ച് അരിയാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രയും കനം കുറച്ച് അരിയുന്നതായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. വേഗം ഒന്ന് വഴണ്ട് വരാനായിട്ട് ഞാനിവിടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇത് സിമ്മിലിട്ടിട്ട് തന്നെ തയ്യാറാക്കണം. കാരണം തീ കൂടിപ്പോയാൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഒരു പകുതി തക്കാളി കനം കുറച്ച് നല്ല ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. അതിനുശേഷം ഉള്ളിയും തക്കാളിയും ഒരുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പിന്നെ കളറിനായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുരുമുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെ എരിവ് വ്യത്യാസമാണല്ലോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഈ പൊടികളൊക്കെ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളകി ഈ മസാലയും ഉണക്കച്ചെമ്മീനും ഒന്ന് കൂടി യോജിക്കാനുണ്ട്. അപ്പോൾ ഈ സമയമെല്ലാം സിമ്മിലായിരിക്കണം തീ. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിവേപ്പില വിതറി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ പെരട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.